ഓക്കെ, എല്ലാവർക്കും ഞാൻ ആദ്യമേ നന്ദിയാണ് പറയുന്നത്. കാരണം ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് സാമ്പത്തികമായും ആരോഗ്യപരമായിട്ടും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ ലീഡർഷിപ്പുള്ള ഒരു കൂട്ടം ആളുകൾ, ഏതെങ്കിലും ഒരാൾ മാത്രം ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നതിന് പകരം എല്ലാവർക്കും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒന്നിച്ചു ചേരാനും ഒരു നല്ല ബന്ധവും നല്ല സൗഹൃദവും ഒക്കെ കെട്ടിപ്പടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു നാന്ദി കുറിക്കുന്ന ഒരു പ്രോഗ്രാമിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ജുനൈജ് ഉസ്താദിനും അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും ഈ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്തതിന് ഹൃദ്യമായി ആദ്യമായി നന്ദി പറയുകയാണ്. കാരണം പല ലീഡേഴ്സിനോടും നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരു ടീമാണ്. അത് ഓൾറെഡി ഒരു ലീഡർഷിപ്പ് ഉള്ള ആളുകളായതുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾ ഇന്ന് വന്നത് എനിക്കറിയാം. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, ഇത് മൂന്നും ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഇന്ത്യയുടെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നമുക്ക് തരുന്നത്. തീർച്ചയായും കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതാണ്. ഒരു പ്രൊഡക്റ്റ് പോലും ആരോഗ്യത്തെ നശിപ്പിക്കുന്നതോ ആരോഗ്യത്തിന് ഹാനികരമായ ഏതെങ്കിലും പ്രൊഡക്റ്റുകളോ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്ന ആ പ്രൊഡക്റ്റുകൾക്ക് ലോകോത്തര ഗുണനിലവാരമായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷനുള്ള 24 ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായും 2 കാറ്റഗറി ഐറ്റംസ് ആണുള്ളത്. ഒന്ന് എലമെന്റ്സ് വെൽനസ്, മറ്റൊന്ന് ഓൺ ആൻഡ് ഓൺ. ഇത് 2 ബ്രാൻഡ് നെയിമുകളാണ്. അതിൽ എലമെന്റ്സ് വെൽനസ് എന്ന് പറഞ്ഞാൽ, എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥങ്ങളും പല മേഖലകളിലും പല അർത്ഥങ്ങളുണ്ട്. മൂലകങ്ങൾ എന്ന് പറയും. പക്ഷെ ആയുർവേദത്തിൽ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ്. ജീവന്റെ അടിസ്ഥാനമായിട്ടുള്ള വായു, ജലം, അഗ്നി, ആകാശം, ഭൂമി, ഇതൊക്കെ ചേർന്നാണ് ഓരോ ജീവനും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഘടകങ്ങളെ എങ്ങനെ ശരീരത്തിൽ സമന്വയിപ്പിച്ച് ഒരുപോലെ നിലനിർത്താം എന്നതൊക്കെ പ്രതിപാദിക്കുന്നതാണ് പഞ്ചഭൂതങ്ങൾ അഥവാ എലമെന്റ്സ് എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിക്കുന്നത്. വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽനെസിന്റെ നേരെ ഓപ്പോസിറ്റ്, അസുഖം വന്ന് ചികിത്സിക്കുന്ന രീതിയെ മാറ്റി നിർത്തി അസുഖം വരാതെ സംരക്ഷിച്ചു നിർത്താൻ പറ്റുന്ന തരത്തിലേക്ക് ശരീരത്തിന് ആവശ്യമായത് എന്താണോ അതിനെ പ്രദാനം ചെയ്യുന്നതിനെയാണ് വെൽനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൽനസിന് ഒരുപാട് ശാഖകളുണ്ട്. ഒന്ന് നമ്മുടെ മാനസികമായിട്ടുള്ള നല്ല എന്താ പറയുക പരിചരണമാണ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആരോഗ്യമാണ് ഒന്ന് പ്രധാനം. 2, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ഭക്ഷണം, അത് മറ്റൊരു ഘടകമാണ്. വ്യായാമം മറ്റൊരു ഘടകമാണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേരുന്നതാണ് വെൽനസ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായും വെൽനസ് കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പേഴ്സണൽ കെയർ, ഹോം കെയർ ഐറ്റംസ് ഒക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെൽനസ് കാറ്റഗറിയിൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ആളുകൾക്കും ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സമീകൃത ആഹാരത്തെയാണ്. എല്ലാ ശരീരത്തിനും ആവശ്യമായ ബേബി ടു ബാബ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നത്തെ പറ്റിയാണ് ഞാൻ ആദ്യമേ പരിചയപ്പെടുത്തുന്നത്. അത് മറ്റൊന്നുമല്ല, ഓൺ ആൻഡ് ഓൺ എന്ന ബ്രാൻഡിൽ ഉള്ള കവചപ്രാശ് എന്ന് പറയുന്ന ഒരു ചവനപ്രാശത്തെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു നല്ല വെൽനസ് ഉൽപ്പന്നം എന്ന് തന്നെ ചുരുക്കി വേണമെങ്കിൽ പറയാം. മാനസിക ആരോഗ്യത്തിന് സഹായിക്കുന്ന ഭക്ഷണം എന്നുള്ള രീതിയിൽ അതിനകത്ത് നെല്ലിക്ക അടങ്ങിയിട്ടുണ്ട്. സാറേ, ഞാനിത് ലാപ്പിലല്ല ചെയ്യുന്നത്, അതുകൊണ്ട് പിക്ചർ നമുക്ക് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഒരു പ്രോഗ്രാം വെക്കാം. നമുക്ക് ടോട്ടൽ ഇപ്പൊ നമുക്ക് ഓരോന്നിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ടോട്ടൽ ഒരു പ്രോഗ്രാമിൽ പറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായി അതിനെപ്പറ്റി മനസ്സിലാവും. അതിന് പിക്ചർ സഹിതം ഞാൻ അന്ന് അവിടെ അവതരിപ്പിക്കാം. ഓക്കെ, ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് മൊബൈൽ ഫോണിലാണ്, ലാപ്ടോപ്പിലല്ല. ഓക്കെ സാറേ. അപ്പോ നമുക്ക് ഇതിനകത്ത് അടങ്ങിയ കണ്ടന്റുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കിത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും നമുക്ക് ഒന്നുകൂടെ കേൾക്കുന്ന സമയത്ത് 2-3 പ്രാവശ്യം കേൾക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവും. അപ്പോ
ഈ കവചപ്രാഷ് എന്ന് പറയുന്നത് ഒരു ചെവനപ്രാശമാണ്. എന്തുകൊണ്ട് ഒരു ചെവനപ്രാശത്തിന് കവചപ്രാഷ് എന്ന് നമ്മൾ നാമകരണം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിലെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ തക്ക പാകത്തിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരു പ്രതിരോധ ശേഷിയിലേക്ക് ഉയർത്തുന്നു. ഒരു പ്രതിരോധ കവചം എന്നുള്ള രീതിയിലാണ് അതിന് കവചപ്രാശ് എന്നുള്ള പേരിട്ടിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഏകദേശം 41ഓളം കണ്ടന്റുകൾ അതിനകത്തുണ്ട് ടോട്ടൽ. ആയുർവേദത്തിലെ ഏറ്റവും നല്ല മൂല്യമുള്ള മൂലികകൾ അടങ്ങിയിട്ടുള്ള 41 കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഓൺലൈൻ കവചപ്രാശ് എന്ന് പറയുന്ന ലേഹം. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അല്ലെങ്കിൽ ചവനപ്രാശങ്ങളിൽ എല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ആയുർവേദ മൂലിക അല്ലെങ്കിൽ അത് നെല്ലിക്കയാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കവചപ്രാശ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ ചേർത്തിട്ടുള്ള നെല്ലിക്ക സാധാരണ നാട്ടിൻ പ്രദേശങ്ങളിൽ കിട്ടുന്ന നെല്ലിക്കയല്ല, മറിച്ച് വന നെല്ലിക്കയാണ് അതിനകത്ത് ചേർത്ത്. കാട്ടു നെല്ലിക്ക എന്ന് പറയുന്ന ഔഷധ വീര്യം കൂടിയിട്ടുള്ള നെല്ലിക്കയാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അത് നേരെ അങ്ങോട്ട് ആഡ് ചെയ്യുകയല്ല, ഇതിന്റെ എക്സ്ട്രാക്ട് എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ സത്ത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാ ഔഷധ ഗുണമുള്ള ചേരുവകളുടെയും അതിന്റെ എക്സ്ട്രാക്ട് ആണ് നമ്മൾ ഈ പ്രൊഡക്റ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഡോസേജിന്റെ ആവശ്യമില്ല. ചെറിയ ഡോസേജ് കഴിച്ചാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത്, അതിന്റെ എക്സ്ട്രാക്ട് എടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒന്നാമതായി അതിനകത്ത് ചേർന്നിട്ടുള്ളത് നെല്ലിക്കയാണ്. കാട്ടു നെല്ലിക്ക അല്ലെങ്കിൽ വനനെല്ലിക്കയാണ്. അത് നെല്ലിക്കയും നെയ്യും ചേർത്ത് അതിന് ആംലാപിസ്റ്റി എന്നാണ് പറയുക, ആംലാപിസ്തി എന്ന് പറയും. അത് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുള്ള അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കണ്ടന്റ്. അത് ഇതിന്റെ 30% അത് തന്നെയാണ്. രണ്ടാമതായി ഇതിനകത്ത് ചേർന്നിട്ടുള്ള കണ്ടന്റുകൾ, ഇതിന്റെ ഓരോന്നിന്റെ ധർമ്മവും ഞാൻ പ്രത്യേകം പറയാം. രണ്ടാമത് ഇതിനകത്ത് ചേർന്നിട്ടുള്ളത് ദശമൂലം എന്നറിയപ്പെടുന്ന ഘടകമാണ്. ദശമൂലം എന്ന് പറഞ്ഞാൽ 10 തരത്തിലുള്ള മൂലികകൾ ഒന്നിച്ച് ചേരുന്നതാണ് ദശമൂലം. അതിനകത്ത് കുമിഴ്, കൂവളം, പാതിരി, പയ്യാന, നാൽപ്പാമരം എന്ന് പണ്ടുള്ള ആളുകൾ പറയും, ഒന്ന് അത് ചേർന്നിട്ടുണ്ട്. ചെറുവഴുതിന് ചേർന്നിട്ടുണ്ട്. കുത്തരിച്ചുണ്ട ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരില, മൂവില ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഞെരിഞ്ഞിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള 10 തരം മൂലികകൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ പറയുന്ന ദശമൂലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുഞ്ച, ഇതൊക്കെ അതിനകത്ത് പെടുന്നതാണ്. അങ്ങനെ 10 തരം മൂലികകൾ അതിനകത്തുണ്ട്. അതുകൂടാതെ 11ആയി 12ാമത്തെ മൂലിക എന്ന് പറയുന്നത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ നമ്മൾ മുടി കൊഴിച്ചലിനും ഒക്കെ ആണ് സാധാരണഗതിക്ക് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത്. മുടിയുടെ വളർച്ചയ്ക്കൊക്കെ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ശരീരത്തിന് ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വലിയൊരു ഘടകമാണ് ഈ പറയുന്ന കറ്റാർ വാഴ എന്ന് പറയുന്നത്. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അശ്വഗന്ധയാണ്. അമുക്കുരം എന്ന് വേണേൽ പറയും. അത് ഒരുപാട് ധർമ്മങ്ങൾ അതിനുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ മൊത്തം പ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ക്യാൻസർ സെല്ലുകളുടെയൊക്കെ വളർച്ച തടയുന്നതൊക്കെ ഒരുപാട് ധർമ്മം ചെയ്യുന്ന ഒരു ഘടകമാണ് അശ്വഗന്ധ. അതുപോലെ തന്നെ വാസാരിഷ്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പണ്ട്. അതിന് ദശമൂലാരിഷ്ടവും വാസാരിഷ്ടവും ഒക്കെ ചേർത്ത് പണ്ട് കാലങ്ങളിൽ മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ പനിക്കൊക്കെ നല്ല ശമനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ചികിത്സാ രീതിയിലൊക്കെ നേരത്തെ ഉൾപ്പെടുത്തിയതാണ് വാസ എന്ന് പറയുന്നത്. മറ്റൊന്ന് കുറുന്തോട്ടിയാണ്. കുറുന്തോട്ടിക്കും വാദവും നിങ്ങൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഏറ്റവും നന്നായി പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് കുറുന്തോട്ടി. മറ്റൊന്ന് കീഴാർനെല്ലി. കീഴാർനെല്ലിയൊക്കെ നമ്മൾ സാധാരണഗതിക്ക് ലിവർ ഫംഗ്ഷനൊക്കെ പെർഫെക്റ്റ് ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് കീഴാർനെല്ലി എന്ന് പറയുന്നത്. അതുപോലെ കടുക്ക, നെല്ലിക്ക, താനിക്ക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ത്രിഫല എന്നുള്ള ഇതിന്റെ ത്രിഫല ചൂർണമൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതിനകത്തുള്ള ഒരു കണ്ടന്റാണ് കടുക്ക എന്ന് പറയുന്നത്. മറ്റൊന്ന് ചിറ്റമൃത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ദഹന പ്രക്രിയ ക്ലിയറാക്കുന്നതിനും അതേപോലെ തന്നെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളുന്നതിനും രക്തശുദ്ധിക്കൊക്കെ ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന ഒരു ഘടകമാണ് ചിറ്റമൃത് എന്ന് പറയുന്നത്. മറ്റൊന്ന് മുത്തങ്ങയാണ്. മുത്തങ്ങയുടെ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. അത് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. മറ്റൊന്ന് തഴുതാമക്ക് സംസ്കൃതത്തിൽ പുനർനവ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ശുദ്ധീകരണത്തിന്, ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്ത് പുതിയ കോശങ്ങളുടെ പുനർനിർമ്മാണം നടത്തുന്നതിനും അതോടൊപ്പം തന്നെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ നന്നായി റിമൂവ് ചെയ്യുന്നതിനും സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് കാൽമുട്ടിനും കൈമുട്ടിനും ഒക്കെ ജോയിന്റിലൊക്കെ ഉണ്ടാകുന്ന ഫ്ലൂയിഡിനെ റീഫിൽ ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് തഴുതാമ. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ബ്രഹ്മിയാണ്. എല്ലാവർക്കും അറിയാം ബ്രഹ്മി ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നതിന്
അതേപോലെ തന്നെ ദഹനശക്തിയും അതേപോലെ തന്നെ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൂലികയാണ് ബ്രഹ്മി എന്ന് പറയുന്നത്. നമ്മുടെ മുത്തുകളൊക്കെ അതിന്റെ വർഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. അതേപോലെ തന്നെ ഇരട്ടി മധുരം. ഇരട്ടി മധുരത്തിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എല്ലാ ഔഷധ മൂലികകളുടെയും ഗുണവശം, അല്ലെങ്കിൽ അതിന്റെ ഒരു എത്രത്തോളം ശരീരത്തിന് എഫക്റ്റീവ് ആണോ അതിനെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്ത് എഫക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാട്ടുകാച്ചിൽ, മുതുക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു കണ്ടന്റ് അത് പൊതുവെ അതിനെ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന കൃമിശല്യം, വിരശല്യം ഒക്കെ പറയുന്നത് കേൾക്കാം. അതിനൊക്കെ നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന പ്രൊഡക്റ്റ്. ഇനി മറ്റൊന്നുള്ള ശതാവരി കിഴങ്ങാണ്. ശതാവരി കിഴങ്ങ് രക്തത്തെ നേർപ്പിക്കാനും നന്നായി മൈക്രോ സർക്കുലേഷൻ നടത്താനും നല്ല ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കാനൊക്കെ കഴിവുള്ള ഒന്നാണ് ശതാവരി കിഴങ്ങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി, നമുക്കറിയാം ചക്കയൊക്കെ പണ്ട് കാലങ്ങളിൽ ചക്കയൊക്കെ തിന്നു കഴിഞ്ഞാൽ കുറച്ച് ഇഞ്ചി കൂടെ കഴിച്ചാൽ അത് നന്നായിട്ട് ദഹിക്കും എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. നല്ല ദഹനശക്തിയെ വർദ്ധിപ്പിക്കാൻ അതിന് സഹായിക്കും. അതുപോലെ തന്നെ ഗോഷുരു, ഞെരിഞ്ഞിൽ. ഞെരിഞ്ഞിൽ എന്ന് പറഞ്ഞാൽ പൊതുവെ സ്ത്രീകൾക്കൊക്കെ പീരീഡ്സ് സംബന്ധമായിട്ടുള്ള വേദനയൊക്കെ പരിഹരിക്കാനൊക്കെ നന്നായി ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് ഞെരിഞ്ഞിൽ. അതുപോലെ തന്നെ നായ്ക്കുരണ. നായ്ക്കുരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ പുരുഷ വന്ധ്യതക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമായിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഉണക്കമുന്തിരി ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ്. വിലാൽ കൃമിശല്യവും വിരശല്യവും ഒക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് വിലാൽ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പ്രക്ഷേപദ്രവ്യം, 7 ഔഷധമൂലികൾ ചേർന്നിട്ടാണ് പ്രക്ഷേപദ്രവ്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുങ്കുമപ്പൂവ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ശർക്കര അടങ്ങിയിട്ടുണ്ട്, തേൻ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കണ്ടന്റുകളാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിലുള്ളത്. ഈ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ ഓരോ കണ്ടന്റിനും ഓരോ ധർമ്മങ്ങളുണ്ട്. മൊത്തത്തിൽ ഇതിനെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളെയും ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അതിൻ്റെയൊക്കെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും അതിൻ്റെയൊക്കെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും അതുവഴി ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പരിപാലിക്കാനും അതിനടങ്ങിയിട്ടുള്ള ബ്രഹ്മിയും അശ്വഗന്ധയും നെല്ലിക്കയും ഒക്കെ തലച്ചോറിന്റെ ആരോഗ്യത്തെ, അതായത് നമ്മുടെ ചിന്തകളെ നന്നായി നിലനിർത്തുന്നതിന്, നല്ല മെന്റൽ പവർ സൃഷ്ടിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറഞ്ഞ കണ്ടന്റുകൾ. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കണ്ടന്റുകളും അത് തന്നെയാണ്. അതിനകത്ത് ഏറ്റവും ഞാൻ കൂടുതൽ പ്രാധാന്യമായിട്ട് പറയുന്ന കണ്ടന്റ് ഒന്ന് നെല്ലിക്ക തന്നെയാണ്. നെല്ലിക്കയ്ക്ക് ഒരുപാട് ഔഷധ വീര്യമുണ്ട്. നെല്ലിക്കയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ വീര്യം എന്ന് പറയുന്നത് അതൊരു സൊല്യൂബിൾ ഫൈബർ ഏറ്റവും കൂടുതൽ അടങ്ങിയത്. അതായത് സൊല്യൂബിൾ ഫൈബർ എന്ന് പറഞ്ഞാൽ രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന കോശങ്ങൾക്കകത്തേക്ക് പോലും നന്നായി പ്രവർത്തിക്കാൻ ഓരോ കോശങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഫൈബർ, അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഫൈബർ, ജലത്തിൽ അലിയുന്ന തരത്തിലുള്ള ഫൈബർ ഏറ്റവും കൂടുതലുള്ള ഒരു പഴമാണ് അല്ലെങ്കിൽ ഒരു കായാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അതിന് ടൈപ്പ് 2 ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ പാൻക്രിയാസ് ഗ്രന്ഥിയെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അപാരമായിട്ടുള്ള ഒരു കഴിവ് ഈ പറയുന്ന നെല്ലിക്കയിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വയറ് കടി എന്നൊക്കെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നറിയാം, എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറിലൊക്കെ ഒരു ഉരുണ്ട് കയറലും വയറ് കടിയോ അങ്ങനത്തെ ഒക്കെ പറയുന്നത് കേൾക്കാം. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാൻ അതിന് സഹായിക്കും. അതുപോലെ തന്നെ നല്ല ബോൾ മൂവ്മെന്റ്, നല്ല ശോധനയൊക്കെ കിട്ടാൻ സഹായിക്കുന്ന ഘടകമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വൈറ്റമിൻ എ എൻറിച്ച്ഡ് ആയിട്ടുള്ള, വൈറ്റമിൻ സി ആണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് അടങ്ങിയിട്ടില്ലെങ്കിലും വൈറ്റമിൻ എ എൻറിച്ച്ഡ് ആണ്. കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ പ്രായത്തിന്റെ ഭാഗമായി പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ അസ്വസ്ഥതകളൊക്കെ ശരീരത്തിൽ വരാനുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിനും ഏറ്റവും നല്ല ഒരു ഗുണം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് എന്ന് ടോട്ടൽ പറഞ്ഞു. അത് മറ്റൊരു ഗുണം ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ. നമ്മളെ ശരീരത്തിലൊക്കെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പല ഭാഗങ്ങളിലും. ചില ആളുകൾക്ക് മുട്ടുവേദന, ഊരവേദന എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസിനെ ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു,
ബ്രഹ്മി പോലെ തന്നെ നെല്ലിക്കക്കും ഓർമ്മശക്തിയെ, ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കാനുള്ള ഒരു അപാരമായ കഴിവുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയെ തടയാൻ അതിന് അപാരമായ കഴിവുകളുണ്ട്. ഫ്രീ റാഡിക്കൽസിനെതിരെ, ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന കോശങ്ങൾക്കുണ്ടാകുന്ന ഘടനാ മാറ്റത്തെ ഇല്ലാതാക്കാൻ ഇതിന് സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത്. ഇനിയുള്ളത് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തഴുതാമയാണ്. തഴുതാമക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതിന്റെ പേര് കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പുനർനവ, വീണ്ടും പുനഃസൃഷ്ടിക്കുക, അല്ലെങ്കിൽ വീണ്ടും നവീകരിക്കുക. പുനർനവ എന്ന് പറഞ്ഞാൽ നവീകരിക്കുക, സംസ്കൃത വാക്കാണ്. പുനർനവ എന്ന് പറഞ്ഞാൽ വീണ്ടും നവീകരിക്കുക അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക. അങ്ങനെയുള്ള ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട്. അപ്പൊ സ്വാഭാവികമായും ശരീരത്തിലുണ്ടാകുന്ന കോശങ്ങൾക്കുണ്ടാകുന്ന ഡാമേജിനെ, അല്ലെങ്കിൽ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ, ഇതൊക്കെ നീക്കം ചെയ്യാൻ അപാരമായിട്ടുള്ള കഴിവുള്ള ഒരു കണ്ടന്റാണ് പുനർനവ എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, ഒന്ന്, ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ അല്ലെങ്കിൽ നീർക്കെട്ടിനെ ഇല്ലാതാക്കാനും ജോയിന്റുകളിൽ ഉണ്ടാകുന്ന പെയിൻ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. മറ്റൊന്ന് കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂവിന് എല്ലാവർക്കും അറിയാം, അതിന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗർഭിണികളായ സ്ത്രീകൾക്ക് നമ്മൾ പാലിലൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പൊതുവെ കുട്ടികൾക്ക്, ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നല്ല നിറവും അതേപോലെ തന്നെ സൗന്ദര്യവും അതേപോലെ തന്നെ ബുദ്ധിശക്തിയൊക്കെ ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് കുങ്കുമപ്പൂ എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിന് ബ്രെയിൻ സെല്ലുകളെ നന്നായി പരിപോഷിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ബുദ്ധിശക്തി നന്നായി കൂടും. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ശരീരത്തിൽ ഇല്ലാതെ സഹായിക്കും. അതുപോലെ തന്നെ മെമ്മറിയെ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആങ്സൈറ്റി, ഉത്കണ്ഠ, നമ്മൾ പൊതുവെ എന്ത് പറയുക, അതിന് ഒരു ടെൻഷൻ, തന്നെ നേരത്തെ പറഞ്ഞ ഒരു ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമാണ് ഈ പറയുന്ന കുങ്കുമപ്പൂവ്. അത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിനെയും അതുപോലെ തന്നെ കണ്ണിന്റെ ആരോഗ്യശേഷി വർദ്ധിപ്പിക്കാനും ഒരുപാട് ഗുണങ്ങളുണ്ട്. എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. അത്രയും ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന കുങ്കുമപ്പൂവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബ്രഹ്മി, എല്ലാവർക്കും അറിയുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും, ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ ശരീരത്തിലുള്ള വിഷവസ്തുക്കളെ ഇല്ലാതാക്കാനും കിഡ്നിയുടെ ഫങ്ഷൻസ് വളരെ പെർഫെക്റ്റ് ആക്കാനും അതിന് സാധിക്കും. അത് ഇൻഫ്ലമേഷൻ ഒഴിവാക്കാനും സന്ധികൾ ഉണ്ടാകുന്ന നീർക്കെട്ട് ഒഴിവാക്കാനും, അതുപോലെ തന്നെ ചില കുട്ടികളൊക്കെ ഉണ്ടാവും മെന്റൽ ഡിസോർഡർ ഉള്ള, അത് ADHD, അത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി. അതായത് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനമല്ല, അതിനേക്കാൾ എത്രയോ മികച്ച കഴിവുകൾ, നമ്മൾ ഓട്ടിസം എന്താ പറയാ, അതൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഒന്ന് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ തലച്ചോറിന്റെ പ്രവർത്തനം ഒന്ന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഘടകം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ശാന്തതയൊക്കെ കൈവരാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഉറക്കത്തിനെ നന്നായി മെച്ചപ്പെടുത്തുന്ന ഒരു ഘടകം കൂടിയാണ്. നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെ കുറെ ഗുണങ്ങൾ അതിനുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ നോർമലാക്കാനും നമ്മുടെ കരളിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു കണ്ടന്റാണ് ഈ പറയുന്ന ബ്രഹ്മി എന്ന് പറയുന്ന ഘടകം. ഇനി അതിനകത്തുള്ളത് നാഗകേസരം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അപ്പോ നാഗകേസരം എന്ന് പറയുന്ന ഒരു കണ്ടന്റ്, അതിനകത്ത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, പൊതുവെ പനി, ഛർദി, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇങ്ങനെ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായി കഴിക്കുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്ക് തന്നെ മുതിർന്ന ആളുകൾക്കും. ചെറിയ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു നല്ല പനി വന്നു, ഡോക്ടറെ കാണിച്ചു, തൽക്കാലം മാറി, ഒരാഴ്ച കഴിയുന്ന സമയത്ത് പിന്നെയും പനിക്കും, അല്ലെങ്കിൽ ജലദോഷം, തലവേദന, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന കവചപ്രാശ് എന്ന് പറയുന്ന ലേഹം സ്ഥിരമായി കഴിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള യാതൊരു കോംപ്ലിക്കേഷനും അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ലാത്ത രീതിയിലേക്ക്
മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ്. അതിനകത്തുള്ള ഒരു കണ്ടന്റാണ് നാഗകേസരം, അതുപോലെ നാഗചെമ്പകം. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വന്ധ്യത, അതുപോലെ മൈഗ്രെയിൻ, അതുപോലെ തന്നെ യൂട്രസിൽ ഉണ്ടാകുന്ന മുഴകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ, അതേപോലെ തന്നെ ഒരു സൗന്ദര്യവർദ്ധക വസ്തു കൂടെയാണ്, നല്ല ഗ്ലോയിങ് സ്കിന്നിന് ഉണ്ടാക്കാൻ സഹായിക്കും. അതാണ് നാഗചെമ്പകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കറുവപ്പട്ട, ഇതും ടൈപ്പ് 2 ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യും. നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഡയബാലൈഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, അതിനകത്തും കറുവപ്പട്ട ഉപയോഗിച്ചിട്ടുണ്ട്. അത് ടൈപ്പ് 2 ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും മെച്ചപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന കറുവപ്പട്ട എന്ന് പറയുന്നത്. അപ്പോൾ അതും അതിനകത്തുണ്ട്, ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ ഓരോ കണ്ടന്റുകൾക്കും ഉണ്ട്. അപ്പോ നായ്ക്കുറിനെ പൊതുവെ അറിയാം, ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും, അതേപോലെ തന്നെ ബീജങ്ങളുടെ കൗണ്ട് വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ് നായ്ക്കുരണ. ഞെരിഞ്ഞിൽ പൊതുവെ വേദനയൊക്കെ ശമിപ്പിക്കാനും, അതുപോലെ തന്നെ നീർക്കെട്ടുകൾ ശരീരത്തിൽ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഓരോ പ്രൊഡക്റ്റുകൾക്കും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വാസാരിഷ്ടമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശ്വസന വ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കാൻ പൊതുവെ പറയും, വാത പിത്ത കഫ സന്തുലിതമായിട്ടുള്ള അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം, അല്ലെങ്കിൽ നല്ല ആരോഗ്യം എന്ന് പറയും. വാദം എന്ന് പറഞ്ഞ വാദത്തിന്റെ അസുഖമല്ല ഉദ്ദേശിക്കുന്നത്, ശ്വസന വ്യവസ്ഥയാണ് വാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹന വ്യവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. കഫം എന്ന് പറഞ്ഞ ഊർജത്തിന്റെ മാനേജ്മെന്റ് ആണ്. അതായത് നന്നായി അധ്വാനിക്കുന്ന ആളുകൾക്ക് ശരീരത്തിൽ എത്രത്തോളം ഊർജം കിട്ടിയിട്ടുണ്ടോ അത്രത്തോളം ഊർജം ചെലവാക്കാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചോളം ശരീരത്തിൽ ഓവറായിട്ട് കൊഴുപ്പടിഞ്ഞുകൂടില്ല, സ്വാഭാവികമായിട്ടും അസുഖങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പൊ വാദപിത്ത കഫ സന്തുലിതമായ അവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്വസന വ്യവസ്ഥ പെർഫെക്റ്റ് ആകുക. ശ്വസന വ്യവസ്ഥ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ശരീരത്തിൽ ആവശ്യമുള്ള ഓക്സിജൻസ്, ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഓക്സിജനാണ് വേണ്ടത്. ഓക്സിജൻ എല്ലാ കോശങ്ങളിലും എത്തിയാൽ മാത്രമേ ഓരോ കോശങ്ങളിലുള്ള ദഹനങ്ങൾ കൃത്യമായി നടക്കുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ശ്വസന വ്യവസ്ഥ പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം മറ്റ് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കുറഞ്ഞു കിട്ടും. ശരീരത്തിന് എല്ലാ കോശങ്ങളിലേക്കും നല്ല പോഷകങ്ങൾ എത്താൻ ഓക്സിജൻ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ശ്വസന വ്യവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്, പൊതുവെ ആയുർവേദ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ വൈദ്യന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ശോധനയൊക്കെ എങ്ങനെയെന്ന് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പൊ അങ്ങനത്തെ ഡോക്ടേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആയുർവേദത്തിനെ ആരും ആശ്രയിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അവരുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദഹനയൊക്കെ എങ്ങനെയുണ്ട്, നല്ല ശോധനയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ നല്ല ശോധന അല്ലെങ്കിൽ നല്ല ദഹന വ്യവസ്ഥ ഇത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ആരോഗ്യം ഏറ്റവും നല്ല ഉയർന്ന തരത്തിൽ നിലനിൽക്കും എന്നതാണ് വസ്തുത. പിന്നെ ഉള്ളത് കഫമാണ്, അതായത് ഊർജമാണ്. ഊർജത്തെ ശരീരത്തിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക, ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നന്നായി വിശ്രമിക്കുക എന്നുള്ളത് മാത്രമല്ല, നന്നായി അധ്വാനിക്കുക എന്നുള്ളതും കൂടെ ആരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പൊതുവെ ഞാൻ പറയാറുള്ളത്, ഒരു കസേരയിൽ നമ്മൾ അല്ലെങ്കിൽ സ്റ്റൂളിൽ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ കസേരയുടെ 4 കാലുകളും ഉറപ്പുള്ളതാണോ, പെർഫെക്റ്റ് ആണോ, ഏതെങ്കിലും നീളം കുറവുണ്ടോ, കൂടിയിട്ടുണ്ടോ, പൊട്ടിയിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ 4 കാലുകളും നല്ല ദൃഢമാണെങ്കിൽ ആ കസേര ഇരിക്കുന്നത് സേഫാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത്, നമ്മുടെ ആരോഗ്യത്തിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത്, ഒന്ന് നല്ല ചിന്തകൾ. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ്, മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ല ചിന്തകളാണ്, നല്ല മൈൻഡ് പവറാണ്, മെന്റൽ പവറാണ്. മെന്റൽ പവറുള്ള, ആസ്വദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ശരീരത്തിൽ എപ്പോഴും നല്ല ഉന്മേഷത്തിലും ഉണർവിലും നിൽക്കാൻ പറ്റുന്ന ഒരു മനസ്സ് നമ്മൾക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉറച്ച കാല്. അത് കഴിഞ്ഞാൽ നല്ല ഭക്ഷണമാണ്. നല്ല ഭക്ഷണം മീൻസ് വയറ് നിറച്ച് കഴിക്കുക എന്നുള്ളതല്ല, മറിച്ച് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ലഭിക്കുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നല്ല ഭക്ഷണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. മൂന്നാമത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന പോഷകങ്ങളെ ശരീരത്തിന് ഓരോ കോശങ്ങൾക്കും നന്നായി ഉപയോഗിക്കണമെങ്കിൽ ശരീരത്തിന് നല്ല വ്യായാമം ആവശ്യമാണ്, അധ്വാനം ആവശ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എക്സസൈസോ ഇനി അല്ലെങ്കിൽ നല്ല കായിക അധ്വാനമോ കായികമായിട്ടുള്ള പ്രവൃത്തികളോ ഏറ്റവും അനിവാര്യമാണ്. നന്നായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം നല്ല വിശ്രമം ആവശ്യമാണ്, അല്ലെങ്കിൽ വിശ്രമിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും, നല്ല ക്ഷീണം ഉണ്ടാവും, നല്ല ഉറക്കം കിട്ടും. നന്നായി ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചോളം ശരീരത്തിലെ എല്ലാ ടോക്സിൻസിനെയും റിമൂവ് ചെയ്യാൻ ശരീരം തന്നെ സ്വയമേവ അതിന്റെ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊള്ളും.
അതിനുള്ളൊരു സമയം നമ്മൾ സാവകാശം കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൽ എന്ത് ടോക്സിൻസ് ഉണ്ടെങ്കിലും ശരീരം തന്നെ അതിനെ പുറന്തള്ളിക്കോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഈ കവചപ്രാഷ് എന്ന് പറയുന്ന ഈ ലേഹത്തിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഓവറോൾ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. ഇതിന് ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നമാണ് ഈ പറയുന്ന കവചപ്രാഷ് എന്ന് പറയുന്ന ലേഹം. ചവനപ്രാശം തന്നെയാണിത്. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന വെച്ച് ഏറ്റവും നമ്പർ 1 ക്വാളിറ്റി ഉള്ള ഒരു ഉൽപ്പന്നമാണ്. അതിന് ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിലുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഒന്ന്, GMP സർട്ടിഫിക്കേഷൻ വേണം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനി ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അപേക്ഷിക്കാനുള്ള അനുമതി പോലും ഉള്ളൂ. അപേക്ഷിച്ച് കഴിഞ്ഞാൽ നേരെ ഇതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കലല്ല ആയുഷ് ഡിപ്പാർട്ട്മെന്റ് പണി. അവര് ഇതിന്റെ ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യുക. അതായത് 3 ബാച്ച് അല്ലെങ്കിൽ ഓൾറെഡി റണ്ണിങ്ങിലുള്ള ഉൽപ്പന്നത്തിന് മാത്രമേ ആയുഷിന് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. മിനിമം 3 ബാച്ചെങ്കിലും മാർക്കറ്റിൽ റൺ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് മാത്രമേ, ഏറ്റവും മിനിമം 3 ബാച്ചെങ്കിലും മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം. ആ 3 ബാച്ചെങ്കിലും ഓടിയതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അതിനുശേഷം ഇതിന്റെ സാമ്പിളുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരേ ബാച്ചിലുള്ള ഉൽപ്പന്നത്തിന്റെ പല സാമ്പിളുകൾ എല്ലാ സ്ഥലത്തും ശേഖരിച്ച് എല്ലാം ഒരേ ക്വാളിറ്റിയാണെന്ന് ഉറപ്പുവരുത്തുകയും ആ ക്വാളിറ്റി തന്നെയാണോ അടുത്ത ബാച്ചിൽ ഉണ്ടാകുന്നത്, ആ ക്വാളിറ്റി തന്നെയാണോ അടുത്ത ബാച്ചിൽ ഉണ്ടാകുന്ന ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇതിന് ആയുഷിന്റെ നിർമ്മാണ അനുമതി കൊടുക്കുകയുള്ളൂ. അതിനുശേഷം നിർമ്മിക്കുന്ന സമയത്തും ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ സയന്റിസ്റ്റ് വിങ്ങും ഒക്കെ അതിന്റെ കൃത്യത ഉറപ്പുവരുത്തി അതിനകത്ത് ചേർക്കുന്ന ചേരുവകൾ എത്ര, ക്വാണ്ടിറ്റി എത്ര, ക്വാളിറ്റി എത്ര, ഇതൊക്കെ നിജപ്പെടുത്തി പറഞ്ഞ അളവിലും തൂക്കത്തിലും ഒക്കെ ഉണ്ടോ ഇതൊക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷമേ നിർമ്മാണ അനുമതി കൊടുക്കുകയുള്ളൂ. അങ്ങനെ അനുമതി കിട്ടിയതിനു ശേഷം നിർമ്മിച്ചതിന് ശേഷവും നേരത്തെ ഉണ്ടായിരുന്ന ഫിംഗർ പ്രിന്റുമായി ഒത്തുനോക്കി അതേ ക്വാളിറ്റി തന്നെയാണ് ഇതെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും പുറത്തു വരും. ഈ പ്രൊഡക്റ്റ് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷനിലെ ഏത് ഉൽപ്പന്നത്തിനും ഈ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും അത്യാവശ്യമാണ്. ഇന്ന് ഇന്ത്യയിൽ 24 ഉൽപ്പന്നങ്ങൾക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള കമ്പനി അല്ല, ഒരു മാർക്കറ്റിംഗ് കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അതൊരൊറ്റ കമ്പനിയുള്ളൂ. അത് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. ഒരുപാട് കമ്പനികൾക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് മാത്രം കിട്ടിയതല്ല. കണ്ടംകുളത്തിയുടെ ഏലാദി ലേഹത്തിനും ഏലാദി ക്യാൻഡിക്കും തെങ്ങുപൂക്കലാദി ലേഹം, അങ്ങനെ 3 പ്രൊഡക്റ്റുകൾക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അവരിത് നല്ല പരസ്യം കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മളുടെ പരസ്യം വാമൊഴിയുള്ള പരസ്യമാണ്. അപ്പൊ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചോളം ഈ പ്രൊഡക്റ്റുകൾ എല്ലാ വീടുകളിലും ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നിങ്ങൾ സ്വയമേവ ഉപയോഗിച്ച് അതിന്റെ ക്വാളിറ്റി എന്താണ്, അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് മനസ്സിലാക്കി പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കുറെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ആസ്മ, അലർജി പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ശ്വസന വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പഠിക്കുന്ന കുട്ടികൾ പിന്നോക്ക അവസ്ഥയിലാണെങ്കിൽ, പഠിക്കുന്ന കാര്യത്തിൽ എത്ര വായിച്ചാലും മനസ്സിൽ നിൽക്കുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ബോധ്യം ഉണ്ടാവുകയും അവർക്ക് പരീക്ഷ പേപ്പറിൽ കൃത്യമായി കാണാൻ പറ്റും. ചില കുട്ടികൾ വിശപ്പില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് കാണാം. എത്ര ഭക്ഷണം കൊടുത്താൽ എനിക്ക് വേണ്ട വേണ്ട എന്ന് പറയുന്ന, വിശപ്പില്ല എന്ന് പറയുന്ന കുട്ടികളും മുതിർന്ന ആളുകൾക്കും അവർക്ക് നല്ല വിശപ്പുണ്ടാകാനും സ്വാഭാവികമായി നല്ലോണം ഭക്ഷണം കഴിക്കാനും ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഇതിന് സഹായിക്കും. അങ്ങനെ ഇതിന് ഗുണമുണ്ട്. ഇത് കഴിക്കേണ്ടത് മുതിർന്ന ആളുകൾ, ഒരു 8 വയസ്സിന് മുകളിലുള്ള ആളുകൾ 2 ടീസ്പൂൺ രാവിലെയും രാത്രിയും വെച്ച് കഴിക്കുക. ഇതിന്റെ തൊട്ട പുറകിലായിട്ട് അല്പം പാല് അനുപാനം ചെയ്യുന്നതല്ല എന്ന് പറയാം. അനുപാനം മീൻസ് അതിനോടൊപ്പം ചേർത്ത് കഴിക്കുകയോ അതിനുശേഷം കഴിക്കുകയാണ്. ചവനപ്രാശത്തിനോടൊപ്പം പാല് കഴിക്കുകയാണെങ്കിൽ ഇതിന്റെ ശരീരത്തിന് കിട്ടുന്ന പോഷകങ്ങളുടെ അളവ് ഒന്നുകൂടെ വർദ്ധിത മൂല്യത്തിൽ നമുക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അല്പം പാല് കഴിക്കാൻ പറഞ്ഞത്. ഒരുപാട് കഴിക്കണം എന്നല്ല പറഞ്ഞത്. ഒരു 1/4 ഗ്ലാസോ 1/2 ഗ്ലാസോ പാല് കഴിച്ചാൽ ധാരാളം. അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കഴിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ശ്വസന വ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ ആസ്മ, അലർജി ഈ പറയുന്ന പ്രശ്നങ്ങളുള്ള ആൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും. ശരീരത്തിന്റെ ഏത് പ്രശ്നങ്ങൾക്കും നല്ല പരിഹാരമാണ്. ഷുഗർ പേഷ്യന്റ്, ഹൈ ഷുഗറുള്ള ആളുകൾ തൽക്കാലം കൊടുക്കണ്ട. കാരണം അതിനകത്ത് ശർക്കരയും തേനുമുണ്ട്. അല്പം ഷുഗർ ലെവൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ HbA1c 8.5 വരെയുള്ള ആളുകൾ കൊടുത്താൽ പ്രശ്നമില്ല. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുക്കാം. ഇത് തൽക്കാലം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഷുഗർ കുറച്ചൊന്ന് കൂടും. പക്ഷേ ഇത് സ്ഥിരമായി കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഷുഗർ എന്ന് പറയുന്ന അസുഖം നിങ്ങൾക്ക് ഇല്ലാതെയും പോകും. ഇപ്പോൾ ഷുഗർ പേഷ്യന്റ് ആളുകൾക്ക് പാൻക്രിയാസിനെ റീകണ്ടീഷൻ ചെയ്യാനും ഇതിനെ സഹായിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റിക്കിനൊക്കെ കൺട്രോൾ ചെയ്യാൻ നെല്ലിക്കക്കും നാഗകേസരത്തിനും ഒക്കെ അപാരമായ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ
അങ്ങനെയുള്ള ആളുകൾക്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായും ഇത് എല്ലാ ആളുകൾക്കും ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. അതിനു മുമ്പേ നമ്മൾ എല്ലാ ആളുകളും വാങ്ങി ഉപയോഗിക്കുക. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു സൂം മീറ്റിംഗിൽ പറയാൻ കഴിയില്ല. കാരണം ഓരോ കണ്ടന്റുകൾക്കും ഏതെങ്കിലും ഞാൻ ഈ പറഞ്ഞ 1-2 ഗുണങ്ങൾ മാത്രമല്ല ഉള്ളത്. നെല്ലിക്കക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊന്നുമല്ല. നെല്ലിക്കക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കുട്ടികൾക്ക്, 1.5 വയസ്സുള്ള കുട്ടിക്ക് നമുക്ക് ചെറുങ്ങനെ വിരലിൽ കൊണ്ട് തൊട്ടിട്ട് നാവിൽ തേച്ചു കൊടുക്കാം. നമുക്ക് ചെറിയ കുട്ടികൾക്ക് ചെറുങ്ങനെ തൊട്ട് ഒന്ന് നാവിലൊക്കെ കൊടുക്കുന്നത് ആ രീതിയിൽ